സ്വാമി വിവേകാനന്ദൻ്റെ ഒരു കോട്ടുണ്ട്. ഉണരുക, എഴുന്നേൽക്കുക, ലക്ഷ്യപ്രാപ്തി എത്തുന്നത് വരെയും പ്രയത്നിക്കുക എന്നത്. അപ്പോൾ നമുക്ക് ഉണരാൻ ഭയങ്കര ഇഷ്ടമാണ്, എഴുന്നേൽക്കാനും ഭയങ്കര ഇഷ്ടമാണ്, പ്രയത്നിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ലക്ഷ്യപ്രാപ്തി വരെ പ്രയത്നിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേര് യെസ് എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ യെസ് പറയുന്നവർ അവിടെ ലക്ഷ്യപ്രാപ്തി നേടുക തന്നെ ചെയ്യും. ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ? മഴയുണ്ട്. ഇപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ചേർത്ത് ഒരു കാര്യം കൂടെ പറയാം. ആ കോട്ടിൻ്റെ കൂടെ ഒരു വാലായിട്ട് ചേർത്ത് ഒരു കാര്യം കൂടെ പറയുന്നത്, ഉണരുക, എഴുന്നേൽക്കുക, ലക്ഷ്യപ്രാപ്തി എത്തുന്നത് വരെ പ്രയത്നിക്കുക, പിന്നെയും ലക്ഷ്യത്തിൽ നിന്ന് വീണ്ടും ഉറങ്ങിപ്പോകാതിരിക്കുക. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഏതൊരു വീഡിയോയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും ഞാൻ എക്സ്പീരിയൻസിൽ നിന്നിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അയ്യോ മഴ 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 മഴ. ഓക്കെ, അപ്പം ഒരു സമയത്ത്, ഇപ്പോഴല്ല കേട്ടോ, ഒരു 8-10 വർഷത്തിന് മുമ്പ് വർക്ക് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് മോട്ടിവേഷണൽ ട്രെയിനർ ആവാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക, അവരെ സമാധാനിപ്പിക്കുക, അവരെ ഹാപ്പി ആക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അന്ന് തുടങ്ങിയപ്പോഴും ഞാൻ എൻ്റെ ലക്ഷ്യത്തിലൊന്നും എത്തിയിട്ടില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ കിടന്നൊരു വലിയൊരു ആഗ്രഹമാണ്. ഈ ആഗ്രഹം കൊണ്ട് ഞാൻ ചെന്ന് കയറിയത് സുമത്തിൻ്റെ മടയിലോ പുള്ളിയുടെ മടയിലോ എന്നൊക്കെ പറയാം, എൻ്റെ ഒരു മാനേജറിൻ്റെ അടുത്തായിരുന്നു. പുള്ളി നല്ല ഒന്നൊന്നര റിജക്ഷൻ അടിച്ചതാണ്. എന്നെ സംബന്ധിച്ചിട്ട് എനിക്കൊരു വാശിയോടുകൂടി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോബ് എനിക്ക് റിസൈൻ ചെയ്യാനും എനിക്കിതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാനും ഒക്കെ പറ്റിയത്. അപ്പോൾ അത് നല്ലതായിരിക്കും. ലൈഫിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് റിജക്ഷൻ അടിക്കാൻ വേണം. ശരിക്കും റിജക്ഷൻ ശരിക്കുള്ള റിജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ലൈഫിനെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ അവിടെ നിന്ന് ഞാൻ മുട്ടാത്ത വാതിലുകളൊന്നുമില്ല. എനിക്ക് ഈ ആഗ്രഹം ഉള്ളിൽ കിടക്കുവാണ്. കാര്യം ഒരു ഭയങ്കര ഒരു ഇതിൻ്റെ പേരിലേ ജോബൊക്കെ റിസൈൻ ചെയ്തിട്ട് ഇറങ്ങിയിട്ട് പാതി വഴിയിൽ ഒരു 5 വർഷം കാണുമ്പോഴത്തെ അദ്ദേഹവും എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നവർ എന്നെ കാണുമ്പോഴത്തേന് ഞാൻ തേരാപാര നടക്കുന്നത് കാണുമ്പോൾ അയ്യോ പോയില്ലേ എന്നുള്ളൊരു ചിന്ത, ആ ചിന്തയുടെ പേരിൽ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു അവസരത്തിന് വേണ്ടിയിട്ട്, കാര്യം എൻ്റെ ഹാർട്ടിനകത്ത് സാധനങ്ങളുണ്ട് കൊടുക്കാനായിട്ട്, പക്ഷെ വേദിയില്ല. അങ്ങനെ സ്വന്തമായിട്ട് ഒരു എഫേർട്ട് ഇട്ട് കിട്ടുന്നത് വരെയും, ഒരു വേദി കയ്യിൽ കിട്ടുന്നത് വരെയും, വേദി മുന്നിൽ തുറന്നു വരുന്നത് വരെയും ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടു. ഭയങ്കരമായിട്ട് ആൾക്കാരുടെ വായിലിരിക്കുന്ന കേട്ടു, ഒരുപാട് റിജക്ഷൻ അടിച്ചു. ചെറിയ ചെറിയ വീഡിയോസ് ചെയ്തിട്ട് ഞാൻ ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ തനിക്ക് വേറെ ജോലിയില്ലേ, വെച്ചിട്ട് പോകണമെന്ന് പറഞ്ഞ് എന്നെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്ത വ്യക്തികൾ സഹിതമുണ്ട്. അതായത് കോട്ട്സും വീഡിയോസൊക്കെ ഇടുമ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്ത വ്യക്തികളുണ്ട്. സോ അതൊരു ജേണിയായിരുന്നു. ഒരു ടൈം എന്ന് പറയുന്നത് ഫുൾ റിജക്ഷൻ്റെ ജേണിയാണ്. എവിടെ ചെന്നാലും റിജക്ഷൻ, എവിടെ പോയി ചെന്ന് ചോദിച്ചിരുന്നാലും റിജക്ഷൻ, എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ റിജക്ഷൻ. പക്ഷേ എവിടെയോ ഒരു സ്ഥലത്ത് എനിക്കൊന്ന് ക്ലച്ച് പിടിക്കാനായിട്ടുള്ളൊരു ചാൻസ് കിട്ടി. അവിടെ കയറിയതിന് ശേഷം ആ ഒരൊറ്റ ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ പിന്നെ വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയപ്പോൾ സംഭവിച്ചത്, അതോടുകൂടി എൻ്റെ ഒരു എൻഡിങ് പോർഷനാണ് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും ലക്ഷ്യപ്രാപ്തിയിൽ നിന്ന് ഉറങ്ങാനായിട്ട് അനുവദിക്കാതിരിക്കുക. ഓക്കെ, മഴ എങ്ങനെയുണ്ട്? മഴ 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 മഴയത്തിരുന്ന് ഒരു കട്ടനും കൂടെ വേണമായിരുന്നു, മിസ് ചെയ്യുന്നു കട്ടൻ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ്, ശരിക്കും നമ്മളിലൊരു തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം എഫേർട്ട് ഇടുക. മാക്സിമം എഫേർട്ട് ഇടുക മാത്രമല്ല, പിന്നീട് അത് ഉറങ്ങിപ്പോകാതിരിക്കുക, അതുകൂടെ മസ്റ്റായിട്ട് ചെയ്യുക. ചിലപ്പോൾ ഇനി നമ്മൾ ഇട്ട എഫേർട്ടിന് പെട്ടെന്ന് വെച്ചിട്ട് ഒരു റിസൾട്ട് കിട്ടുമായിരിക്കും. നമ്മൾ ആഗ്രഹിച്ചൊരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ചെന്ന് നിൽക്കാൻ പറ്റിയെന്നിരിക്കും. പക്ഷേ അതോടെ അവിടെ തീർന്നു എന്ന് വിചാരിക്കരുത്. ഞാൻ ലക്ഷ്യം നേടി ഹോയ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പോകാൻ നിൽക്കരുത്. ഈ ജേണി കണ്ടിന്യൂ ചെയ്യുന്നതാണ് നമ്മുടെ വിജയം. നമ്മൾ ചെന്ന് എത്തി നിന്നിട്ട് ഓക്കെ ഞാൻ ഒരു കാര്യം ചെയ്തു തീർത്തു, അതിലല്ല. ഒരിക്കലും വിജയമെന്ന് പറയുന്നത് ഒരിക്കലും അവിടെ എൻ്റായി തീർന്നു പോവുക അല്ല, എൻ്റെ ആവുന്നൊരു കാര്യമല്ല. എനിക്കിതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ജേണിയാണ്. ഒരു സമയത്ത് ഒരുപാട് റിജക്ഷൻ അടിച്ച് ഒത്തിരി ആൾക്കാരുടെ വായിലിരിക്കുന്നത് കേട്ട് പിന്നെ ഒരു കാര്യം, അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ ആൾ വേണം കേട്ടോ. ഇമ്മാതിരി സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട്, നമ്മളെ കറക്റ്റ് ചെയ്യാൻ, നമ്മളെ ഗൈഡ് ചെയ്യാൻ. അതിനകത്തുള്ളൊരു കാര്യം കൂടെ പറഞ്ഞു തരാം. നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ
മിസ്സപ്പായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൺട്രോൾ ചെയ്യാൻ, നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ മസ്റ്റാണ്. അയാളുടെ കീഴിൽ നമ്മൾ കീഴടങ്ങിയിരിക്കുക എന്നതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ നർച്ചർ ചെയ്യാൻ, നമ്മളെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് നമ്മിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ നമ്മൾ കീഴടങ്ങിയിരിക്കുക. ചിലപ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി നമ്മളോട് പറയുന്ന കാര്യം നമുക്ക് തോന്നും, ഇയാൾ എന്നെ വളർത്തുവാണോ അതോ എന്നെ കൊല്ലുവാണോ എന്നൊക്കെ തോന്നിയെന്നിരിക്കും. പക്ഷേ അല്ല, നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട്, നമ്മളെ നർച്ചർ ചെയ്യാനായിട്ട് ഒരു വ്യക്തി ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ കറക്റ്റായിട്ട് ഇരുന്ന് പഠിച്ച് ലൈഫിൻ്റെ സിസ്റ്റം എന്താണ്, ആറ്റിറ്റ്യൂഡ്, നമ്മളിൽ വരേണ്ട ബിഹേവിയർ ചേഞ്ചസ്, ഇതെല്ലാം ഒരു വ്യക്തി നമ്മളിൽ ക്ലിയർ ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ കൂടെ നിൽക്കുക, വിട്ടുപോകാതെ ചേർന്ന് ക്ലബ് ചെയ്ത് കണക്ട് ചെയ്ത് കൂടെ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ചിലത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പാത വഴിയിൽ വെച്ചിട്ട് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതോടെ തന്നെ ലൈഫ് പോയി, പിന്നെ അവിടെ പിന്നെ വേറൊന്നും നോക്കിയിട്ട് കാര്യമില്ല. സോ അത് നമ്മൾ ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ മാക്സിമം പ്രയത്നിക്കുക. വല്ലവനെയും കൊല്ലുകയും വല്ലവനെയും തള്ളിയിടുകയും വല്ലവൻ്റെ ജീവിതവും ഇല്ലാതാക്കുന്ന ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്ന കാര്യമല്ല കേട്ടോ സഹോ ഞാൻ ഉദ്ദേശിച്ചത്. ലൈഫിൽ എല്ലാ വ്യക്തികൾക്കും ഉപകാരപ്പെടുന്ന തരത്തിൽ നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി എനിക്കൊരു ലക്ഷ്യമുണ്ട്, ഒരാളെ തീർത്ത് കളയാനെന്ന് പറഞ്ഞിട്ട് ആ ലക്ഷ്യം നേടുന്നത് വരെയും വേണ്ട, ആ പരിപാടി വേണ്ട, വെച്ച് നിർത്തിക്കോ. ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് വേറൊന്നുമില്ല, ഒരു സമയത്ത് ഇട്ട എഫേർട്ടിൻ്റെ റിസൾട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞാൻ ഇടുക്കി ജില്ലയുടെ ഭാഗത്തിരിക്കാനായിട്ടുള്ളൊരു കാര്യം. ഞാൻ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കും, എന്താണ് എൻ്റെ ഒരു ഹാർട്ട് ഇത്രയും നിറയാനായിട്ടുള്ളൊരു കാര്യമെന്നുള്ളത്. സോ ഉറങ്ങിപ്പോകാതിരിക്കുക, ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നവരെ പ്രയത്നിക്കുക മാത്രമല്ല, ആ ലക്ഷ്യത്തിൻ്റെ ഫസ്റ്റ് പടിയിലേക്ക് നമ്മൾ ചുവടെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓക്കെയായി, പ്രാപ്തിയായി എന്ന് പറഞ്ഞ് വീണ്ടും ഉറങ്ങിപ്പോകാതിരിക്കുക. ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് അടുത്ത ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ്. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യപ്രാപ്തി എന്ന് പറയുന്നത്. ലക്ഷ്യപ്രാപ്തി ഞാൻ കൈവരിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാം ക്ലിയർ ആയെന്നല്ല, അടുത്ത് വീണ്ടും ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു കുട്ടി ലക്ഷ്യമാണ് നമ്മുടെ ഓരോ ലക്ഷ്യങ്ങളും. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഓരോ ലക്ഷ്യങ്ങളും കുട്ടി ലക്ഷ്യങ്ങളാണ്. സോ ഉണരുക, എഴുന്നേൽക്കുക, ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നത് വരെ പ്രയത്നിക്കുക, ലക്ഷ്യപ്രാപ്തിയുടെ ആദ്യത്തെ ചുവടിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് ഉറങ്ങാതിരിക്കുക. താങ്ക് യു.